ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ പീഡാനുഭവവും കഷ്ടപ്പാടും ഓർക്കുന്നതായ ദിവസങ്ങളാണിത്. ദുഃഖവെള്ളിയാഴ്ച ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം ഓർക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്യുന്നതായ ഒരു സന്ദർഭമായിട്ട് നാം മാറ്റുന്നു. ക്രൂശിലൂടെ വെളിപ്പെട്ടതായ ദൈവപുത്രൻ്റെ വീണ്ടെടുപ്പിൻ്റെ സന്ദേശമാണ് പലപ്പോഴും ഈ ദിവസം നമ്മൾ പങ്കുവയ്ക്കുന്നത്. യേശുക്രിസ്തു ലോകത്തിൽ അവതരിച്ചത് ദൈവത്തിൻ്റെ ഉദ്ദേശം, അതിൻ്റെ നിവർത്തി സാധ്യമാകുവാൻ വേണ്ടിയാണ് എന്ന് എല്ലായ്പ്പോഴും നാം മനസ്സിലാക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് മനുഷ്യനായി ലോകത്തിൽ അവതരിച്ച് മനുഷ്യമധ്യത്തിൽ പാപമൊഴികെ മനുഷ്യനെ പോലെ ആയിത്തീർന്നതായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് മനുഷ്യ ജീവിതങ്ങളെ രൂപാന്തരത്തിലേക്ക് നയിക്കുവാനായിട്ട് സഹായിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദൈവപുത്രൻ ലോകത്തിൽ അവതരിച്ചു. ആ ദൈവപുത്രൻ്റെ ജീവിതവും സന്ദേശവും സർവ മനുഷ്യരെയും വീണ്ടെടുക്കുന്നതായ ദൈവത്തിൻ്റെ ആ ഒരു വലിയ പദ്ധതി, അതിൻ്റെ പൂർത്തീകരണമാണ് എന്ന് നമ്മൾ ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ജീവിതം, ക്രിസ്തുവിൻ്റെ സന്ദേശം, ആ ജീവിതം എപ്രകാരമാണ് മനുഷ്യനെ ഒരു പുതിയ ജീവിതാനുഭവത്തിലേക്ക് നയിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. ഭാരത സംസ്കാരത്തിൽ അവതാരം എന്ന് പറയുന്നത് സാധാരണ നാം മനസ്സിലാക്കുന്നതായ ഒരു ദൈവിക പദ്ധതിയാണ്. ദശാവതാരത്തിലൂടെ തിന്മയുടെ ശക്തിയെ ഇല്ലാതെയാക്കുവാൻ, നന്മയുടെ ഭാവം അത് പുൽകി എങ്ങനെ മനുഷ്യനെ നല്ല മനുഷ്യനാക്കുവാൻ സാധിക്കും എന്നുള്ളതായ ആ ഒരു വലിയ ചിന്ത നമ്മുടെ മനസ്സിലെല്ലായ്പ്പോഴും ഉണ്ട്. യേശുക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റപ്പെടുക എന്നതാണ് ക്രിസ്തുവിൻ്റെ അവതാരത്തിലൂടെ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചവനായ ദൈവം, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ ദൈവം സ്നേഹിച്ചു എന്നുള്ളതായ സന്ദേശമാണ്. അതുകൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ ഇത് യേശുക്രിസ്തുവിലൂടെ സാധ്യമാക്കുന്നതായ ഒരു ദൈവിക പദ്ധതിയാണിത്. ലോകത്തെ സൃഷ്ടിച്ചതായ ദൈവം ലോകത്തിൻ്റെ നാശം ആഗ്രഹിക്കുന്നില്ല. പിന്നെയോ മനുഷ്യരാൽ പാപനിബിഡമായിട്ടിരിക്കുന്നതായ ഈ ലോകത്തെ
പാപാന്ധകാരത്തിൽ നിന്ന് മനുഷ്യനെയും ലോകത്തെയും വീണ്ടെടുക്കുന്നതായ ദൈവത്തിൻ്റെ പ്രവർത്തനം. ഇത് ദൈവസ്നേഹത്തിൻ്റെ നിദർശനമാണ്, ആ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ക്രൂശിലെ സ്നേഹം നമ്മെ മാടി വിളിക്കുന്നു എന്ന് നാം പലപ്പോഴും പറയാറുള്ളത്. ക്രൂശിൽ വെളിപ്പെട്ടതായ ദൈവത്തിൻ്റെ സ്നേഹമാണ് യേശുക്രിസ്തുവിലൂടെ നാം ഇന്ന് പ്രാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്വയരക്ഷ എന്ന രീതിയിൽ തൻ്റെ ജീവനെ എങ്ങനെയെങ്കിലും നിലനിർത്തുക എന്നുള്ളതല്ല, പിന്നെയോ സ്വയത്യാഗത്തിലൂടെ ഈ ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ യേശുക്രിസ്തു നമുക്ക് ദാനമായി നൽകി അത് കാണിച്ചു തന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് ഓരോ ദുഃഖവെള്ളിയാഴ്ചയും നാം ചേർന്ന് വന്ന് ക്രൂശിനെ ധ്യാനിക്കുന്നതായ വേളയിൽ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ടതായ ഈ ദിവ്യ സ്നേഹം, അതിൻ്റെ മാധുര്യം അനുഭവിച്ചുകൊണ്ട് മനുഷ്യർ ലോകത്തിൽ ദൈവത്തോടൊത്ത് ആയിരിക്കുന്നതായ ആ ഒരു ദൈവിക അനുഭവം ആവശ്യമാണ്. ഇത് ഏവരെയും ആകർഷിക്കുന്നതായ ദൈവത്തിൻ്റെ ശക്തിയാണ് ക്രൂശ് എന്ന് നാം വചനത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. ക്രിസ്തു ക്രൂശിൽ മരിച്ചതിലൂടെ എല്ലാവരെയും തങ്ങളിലേക്ക് ആകർഷിക്കുന്നതായ ദൈവശക്തിയായിട്ട് താൻ കാണപ്പെടുന്നു. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ആ ഒരു ആകർഷണം, ദൈവിക ശക്തി ക്രൂശിൻ്റെ പ്രത്യേകതയാണ്. യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ടതായ ദൈവസ്നേഹവും ആ ക്രൂശിൻ്റെ മഹത്വവും ഇത് ദർശിക്കുന്നതായ മനുഷ്യർ ഒരു ആകർഷക വലയത്തിലാണ് എന്ന് എല്ലായ്പ്പോഴും നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നമ്മെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിർത്തുവാനും ദൈവം എല്ലായ്പ്പോഴും നമ്മുടെ മധ്യത്തിൽ ആയിരിക്കുന്നു എന്നത് നമ്മൾ എല്ലായ്പ്പോഴും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ ഈ ക്രൂശ് അല്ലെങ്കിൽ മരണം നിന്ദ്യമായിട്ടുള്ള ഒരു ക്രൂശോ അല്ലെങ്കിൽ മരണത്തിലൂടെ എല്ലാം തീർന്നു എന്നുള്ളതായ മനുഷ്യൻ്റെ ചിന്തയോ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്രൂശിനെ മാന്യതയുള്ളതാക്കി മാറ്റുകയും മരണത്തിന് അന്തമില്ല എന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയും ചെയ്യുന്നതായ ഒരു സന്ദേശം ഇവിടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. മനുഷ്യർ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ ഈ ക്രൂശിനെ ധ്യാനിക്കുന്നതായ വേളയിൽ എൻ്റെ ജീവിതത്തിലെ വിഷമ സാഹചര്യങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ അവയെ അകറ്റി ജീവിതത്തെ ഒരു പുതിയ അനുഭവത്തിലേക്ക് നയിക്കുന്നതായ യേശുക്രിസ്തുവിൻ്റെ വലിയ സാന്നിധ്യം ഇത് കൂടുതലായി മനസ്സിലാക്കുവാൻ നമുക്കിടയായിത്തീരണം. അതുകൊണ്ട് ക്രൂശ് മരണം അതിനപ്പുറമായിട്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ട് എന്നുള്ളതായ സത്യം എല്ലായ്പ്പോഴും മനസ്സിലാക്കി വേണം ജീവിതത്തെ നയിപ്പാനായിട്ടുള്ളത്. പുതിയ ജീവൻ നൽകുന്നതായ, പുതിയ ശക്തി നൽകുന്നതായ ആ ഉയർപ്പിൻ്റെ സന്തോഷം ഇത് ജീവിതത്തിൽ എല്ലായ്പ്പോഴും അനുവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തോടൊത്ത് ഞാൻ ആയിരിക്കുന്നു എന്ന് പറയുകയും ആ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി മുന്നോട്ട് പോകുവാനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ക്രൂശിതനായ കർത്താവ്
ഈ പുനരുത്ഥാനത്തിൻ്റെ ആ ഒരു അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പീഡകൾ, കഷ്ടതകൾ, പ്രയാസങ്ങൾ ഇതെല്ലാം ജീവിതത്തിൽ വരുമ്പോൾ സഹനപാതയിലൂടെ മുന്നോട്ട് പോകുവാനും കർത്താവിനെ യഥാർത്ഥമായിട്ട് സ്വീകരിച്ചുകൊണ്ട് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിതത്തെ രൂപപ്പെടുത്തുവാനും ഒരു വിശ്വാസിക്ക് സാധ്യമായി തീരുന്നത്. പ്രതികൂല സാഹചര്യങ്ങളിൽ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ തളർന്നു പോകാതെ, വീണു പോകാതെ ധൈര്യത്തോടുകൂടെ ജീവിതത്തെ അഭിമുഖീകരിപ്പാൻ നമ്മെ ശക്തീകരിക്കുന്നത് ഈ ക്രൂശ് അനുഭവമാണ്. പൗലോസ് അപ്പോസ്തലന് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ ഓർപ്പിക്കുന്നതായ ഒരു സത്യം ഇതുതന്നെയാണ്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, രക്ഷിക്കപ്പെട്ട നമുക്കോ ദൈവിക ശക്തിയാണ്. അതുകൊണ്ട് ക്രൂശിൻ്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തോടൊത്ത് അനുഗ്രഹകരമായി ജീവിപ്പാനായിട്ട് ഇടയായി തീരുക. ഇത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ്. ആ ക്രൂശിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവത്തിൻ്റെ ദിവ്യമായിട്ടുള്ളതായ സാന്നിധ്യവും കൃപയും അനുഭവിച്ച് ജീവിതത്തെ നിലനിർത്തുവാൻ സാധ്യമായി തീരുന്നത്. ഈ ക്രൂശിതനായ കർത്താവിനെ നോക്കി പലപ്പോഴും പറയുന്ന ഒന്നുണ്ട്. അതായത് മുൾക്കിരീടം ചൂടിയ മുന്തിരിവള്ളി, അതാണ് യേശുക്രിസ്തു എന്ന് പലപ്പോഴും പറയാറുണ്ട്. മുൾക്കിരീടം മൂടിയതായ അല്ലെങ്കിൽ ചൂടിയതായ മുന്തിരിവള്ളി എന്ന് പറയുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ യേശു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു എന്ന് ഒരു സാദൃശ്യത്തിലൂടെ ഓർപ്പിക്കുന്നുണ്ട്. അവിടെ മുന്തിരിവള്ളി, കൊമ്പ് അത് തമ്മിലുള്ളതായ ബന്ധത്തിൻ്റെ പ്രത്യേകത ഊന്നൽ നൽകുന്നുണ്ട്. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തിൽ ജീവിക്കുകയും ആ ബന്ധത്തിൽ പുതിയ ചൈതന്യം കണ്ടെത്തുകയും ചെയ്യുന്ന ജീവിതമാണ്. എന്നാൽ മുന്തിരിവള്ളിയിൽ നിന്ന് അറ്റുപോകുന്നതായ കൊമ്പുകൾ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയാത്ത ഒന്നായിട്ട് മാറുന്നു. പലപ്പോഴും ക്രൂശിൻ്റെ അനുഭവത്തെപ്പറ്റി പറയുമ്പോൾ ഈ കൊമ്പുകൾ ഫലം കായ്ക്കുന്നതിന് പകരമായിട്ട് മുള്ളുകളായിട്ട് മാറിയതായ അനുഭവമായിട്ടാണ് അതിനെ ചിത്രീകരിക്കുന്നത്. ഫലം കായ്ക്കേണ്ട കൊമ്പുകൾ മുള്ളുകളായി ഈ മുൾക്കിരീടത്തിൽ ആയിരിക്കുന്ന അവസ്ഥ. ഇവിടെയാണ് മനുഷ്യൻ്റെ പാപാന്ധകാരവും പാപനിബിഡമായിട്ടുള്ളതായ ജീവിതത്തിൻ്റെയും പ്രത്യേകത കാണുന്നത്. ക്രൂശിതനായ ക്രിസ്തു ഈ മുള്ള് ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സഹനം അത് യാഥാർത്ഥ്യമാക്കുന്നത്. മുൾക്കിരീടം എന്ന് പറയുമ്പോഴതിലെ മുള്ളുകൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ പാപസ്വഭാവമാണ്. ഈ പാപസ്വഭാവം ഏറ്റെടുത്തുകൊണ്ട് പാപത്തിന്മേൽ അധികാരമുള്ളവനായ ദൈവം പാപിയായ മനുഷ്യനെ വീണ്ടെടുക്കുന്നതായ, രൂപാന്തരപ്പെടുത്തുന്നതായ ദൈവിക പദ്ധതിയായിട്ട് അതിനെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇന്ന് നാം ലോകത്തിലായിരിക്കുമ്പോൾ മനുഷ്യർ തമ്മിലുള്ളതായ സ്പർദ്ധയും വാശിയും പിണക്കവും നശീകരണ പ്രവണതയും ഇതെല്ലാം ഇന്ന് മുള്ളുകളായിട്ട് പല രംഗങ്ങളിൽ മനുഷ്യർക്ക് വിന അല്ലെങ്കിൽ നാശം വരുത്തുന്ന അവസ്ഥയാണ്. അത് ഏറ്റെടുക്കുന്നതായ ദൈവം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഈ മനുഷ്യനെ വിടുവിക്കുന്നതായ, രക്ഷിക്കുന്നതായ ദൈവിക പ്രവർത്തനമായിട്ട് ഇതിനെ കാണുവാൻ സാധിക്കും. ജീവിത സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ട് എന്ന് എല്ലായ്പ്പോഴും മനസ്സിലാക്കി കർത്താവിൽ ആശ്രയിച്ച് ജീവിപ്പാനായിട്ട് അങ്ങേയറ്റം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെ ഒരു നല്ല മനുഷ്യനായി തീരുവാൻ സാധിക്കും? ഒരു സന്യാസി ഒരു തടാകത്തിൻ്റെ കരയിൽ താമസിക്കുമ്പോൾ ആ തടാകത്തിലുള്ളതായ അരയന്നങ്ങൾ, അതുമായിട്ടുള്ളതായ സമ്പർക്കം, അതിന് ഭക്ഷണം കൊടുക്കുന്നതായ സാഹചര്യം ഒരു വളരെ ഹൃദ്യമായിട്ടുള്ള അനുഭവമാണ്.
സന്യാസിയെ കാണുമ്പോൾ അരയന്നങ്ങൾ ഓടി വരുന്നതായ ഒരു സാഹചര്യമുണ്ട്. ഇത് കണ്ടതായൊരു വേടൻ സന്യാസിയുടെ വേഷം ധരിച്ച് ഈ അരയന്നങ്ങളുടെ അടുക്കൽ ചെല്ലുകയും 2 അരയന്നങ്ങളെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇതിനെക്കൊണ്ട് പിടിച്ചുകൊണ്ട് പോകുന്നതായ സാഹചര്യത്തിൽ ഈ വേടൻ്റെ മനസ്സിൽ ഒരു ആത്മതപനം ഉണ്ടാകുന്നു. താനവിടെ ചിന്തിക്കുന്നത്, ഞാൻ ഈ വേഷപ്രച്ഛന്നനായി സന്യാസിയുടെ വേഷം ധരിച്ച് ഈ അരയന്നങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നു. എന്നാൽ യഥാർത്ഥ സന്യാസിയായി ജീവിച്ചാൽ എത്രയെത്ര അരയന്നങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരും. അതുകൊണ്ട് തന്നിലുണ്ടാകുന്നതായി വലിയൊരു മനസാന്തരം, മനംതിരിവ്, ഈ അരയന്നങ്ങളെ തിരികെ കൊണ്ടുവന്ന് ആ തടാകത്തിൽ വിട്ടിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ സന്യാസിയെപ്പോലെ എനിക്ക് ജീവിക്കുവാൻ സാധിക്കണം, ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുവാൻ സാധിക്കണം, മറ്റുള്ളവരെ രക്ഷിക്കുന്നതായ ജീവിതമായിട്ട് എൻ്റെ ജീവിതം മാറണം. ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മെ നയിച്ചതായ ദൈവത്തിൻ്റെ പദ്ധതിയാണ് യേശുവിൻ്റെ ക്രൂശ്. അതുകൊണ്ട് ഈ ദിവസം ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ നമ്മെ വീണ്ടെടുത്തതായ, നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതായ, നമ്മെ പുതിയ മനുഷ്യനാക്കി മാറ്റുന്നതായ ദൈവത്തിൻ്റെ ഇടപെടൽ ഓരോ വ്യക്തിയിലും അനുഭവവേദ്യമാകുവാൻ സാധ്യമായി തീരട്ടെ. ക്രൂശ് ദൈവത്തിൻ്റെ ഉദ്ദേശം നിവർത്തീകരണമാണ്. അത് വീണ്ടെടുപ്പിൻ്റെ, വിടുതലിൻ്റെ സന്ദേശം പകരുന്നതാണ്. സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. ബന്ധങ്ങളുടെ നിലനിൽപ്പ് സാധ്യമാക്കുന്നതാണ്. മനുഷ്യനെ നല്ല മനുഷ്യനാക്കി മാറ്റുന്നതായ ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. അങ്ങനെ യേശുക്രിസ്തുവോട് വെളിപ്പെട്ടതായ ദൈവത്തിൻ്റെ സ്നേഹം അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പുതിയ ദർശനവും ചൈതന്യവും ജീവൻ്റെ അനുഭവവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ദിവസം ദൈവസന്നിധിയിൽ വിനയപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചതായ രക്ഷ അത് പ്രദാനം ചെയ്ത ദൈവമേ, നിനക്ക് സ്തോത്രം, നിനക്ക് സ്തുതി എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. നിരാശയിൽ തളർന്നു പോകാതെ, വിഷമ സാഹചര്യങ്ങളിൽ ഭാരപ്പെടാതെ, മരണകരമായ അവസ്ഥയിൽ ഇനി എന്ത് എന്നുള്ളതായി ചോദ്യം ചോദിച്ചിട്ട് ജീവിതത്തെ നശിപ്പിക്കാതെ രക്ഷയുടെ പാതയിലേക്ക് നമ്മെ നയിക്കുന്നതായ ദൈവം രക്ഷകനായി നമ്മുടെ മധ്യത്തിൽ സ്വയം തന്നെ അർപ്പിച്ച് നമ്മെ വീണ്ടെടുത്തതായ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൂടുതലായി അനുഭവിച്ച് രക്ഷയുടെ പാതയിൽ മുന്നോട്ട് പോകുവാൻ സർവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതെ, മനുഷ്യൻ ഈ പാപം മനുഷ്യൻ്റെ ജീവിത സാഹചര്യത്തിൽ ഒരു മനുഷ്യ സഹജമായിട്ടുള്ള ഒന്നായിട്ട് കാണാൻ സാധിക്കും. കാരണം ആദിമ മനുഷ്യരിൽ ഉളവായ പാപ സ്വഭാവം അത് ഒരു പക്ഷേ മനുഷ്യരിൽ ഒരു എപ്പോഴും കാണപ്പെടുന്ന ഒന്നാണ്. തിന്മ ചെയ്യാനുള്ളതായ ആ ഒരു ആസക്തി അത് പലപ്പോഴും മനുഷ്യനുണ്ട്. എന്നാൽ നന്മഭാവം പുലർത്താനുള്ളതായ ദൈവിക ശക്തി ഇതാർജിച്ച് മനുഷ്യൻ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഇവിടെയാണ് പാപത്തിന്മേൽ, പാപാന്ധകാരത്തിൻ്റെ ശക്തികളിന്മേൽ അധികാരമുള്ളത് ദൈവത്തിനാണ് എന്ന് പലപ്പോഴും പറയുന്നത്. മനുഷ്യനെ തളർത്തുവാനായിട്ട്, നശിപ്പിക്കുവാനായിട്ട് തിന്മശക്തികൾ ധാരാളം പല രീതിയിൽ പ്രവർത്തിക്കുന്ന ലോകമാണ്. ഒരുപക്ഷെ നമ്മുടെ മദ്യമായാലും മയക്കുമരുന്നായാലും മറ്റ് വിധങ്ങളായ തിന്മ ദൂഷ്യ ശക്തികളായാലും എല്ലാം മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വ്യക്തി, ആ വ്യക്തി ഒരു ഭവനത്തിൽ മാത്രമല്ല സമൂഹത്തിലും തൻ്റെ ആ ഒരു തെറ്റായ രീതിയിലുള്ളതായ പ്രവർത്തനം
ഇത് അനേകരിൽ ആശങ്കയും പ്രയാസവും ഉളവാക്കുന്ന ഒരവസ്ഥയായി മാറും. എന്നാൽ അതിൽ നിന്ന് ഒരു വിടുതൽ സാധ്യമാണ്, ഒരു വീണ്ടെടുപ്പ് സാധ്യമാണ്, ഒരു പുതിയ ജീവൻ സാധ്യമാണ്. ഇതാണ് ഈ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് യുവത്വത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തിനേയും ചോദ്യം ചെയ്യുവാനും എന്ത് ചെയ്യുവാനും ഉള്ളതായ ഒരു ആർജവം ഉള്ള ഒരു സമയമാണ്. അവിടെ അവരുടെ ഒരു ജീവിതത്തിൽ എപ്പോഴും പ്രവർത്തന നിരതമായിരിക്കണം. അപ്പോൾ അവിടെ ആ ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുമ്പോൾ ദിശാബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തെറ്റായ മാർഗത്തിലേക്ക് നമ്മൾ നീങ്ങിപ്പോകും. ശരിയായ ദിശാബോധമുള്ളവരായിട്ട് എന്താണ് സത്യം, എന്താണ് മിഥ്യ എന്ന തിരിച്ചറിവ് പ്രാപിച്ച് നന്മയെ പുൽകി മുന്നോട്ട് പോകുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നതായ കഴിവുകൾ ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ള ബോധം, ആ ദൈവിക കൃപ അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ എങ്ങനെ സാധ്യമായി തീരും? യേശുവിൻ്റെ അടുക്കൽ ഒരു യുവാവ് വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ യേശു അവിടെ അവനോട് ചോദിക്കുന്നത് ന്യായപ്രമാണത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ അവൻ പറയുന്നു, എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം, എൻ്റെ അയൽക്കാരൻ നിന്നെ പോലെ സ്നേഹിക്കണമെന്നൊക്കെ പറയുന്നു. അത് വ്യക്തമായിട്ട് അവനെ ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ യേശു പറഞ്ഞത്, നീ പറഞ്ഞത് ശരി എന്ന് പറഞ്ഞിട്ട് അവനോട് പറയുന്നത്, ഈ നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കുക. ഈ യുവാവ് ദുഃഖിതനായി പോയി എന്നാണ് അവിടെ പറയുന്നത്. അവിടെ നീ നിൻ്റെ ആചാരവും അനുഷ്ഠാനവുമൊക്കെ കാര്യമായിട്ട് നീ ശ്രദ്ധിക്കുന്നുണ്ട്, അത് പ്രവർത്തിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ആരാധനയിലുള്ളതുകൊണ്ട് പങ്കാളിത്തമെല്ലാം നല്ലത് തന്നെയാണ്. എന്നാൽ നിൻ്റെ മധ്യത്തിലായിരിക്കുന്നതായ വേദനിക്കുന്നതായ ഒരു മനുഷ്യൻ്റെ വേദന കാണുവാനോ ആ ദരിദ്രനെ പറ്റിയുള്ളതായ ബോധം നിലനിർത്തുവാനോ നിനക്ക് സാധ്യമാകുകയില്ല. അതുകൊണ്ട് അവനോട് പറയുന്നത്, യവനെ കരുതേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ട് നിൻ്റെ ധനം നിനക്ക് ഒരു തടസ്സമായി നിൽക്കരുത്. പങ്കുവയ്ക്കാനുള്ളതാണ്, ദൈവത്തിൻ്റെ ദാനമാണ്, നൽകുവാനുള്ളതാണ്. ആ ഒരു മനോഭാവം കൂടെ നീ പുലർത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളോടൊപ്പം തന്നെ മറ്റുള്ളവരെ കരുതുന്നതായ, സ്നേഹിക്കുന്നതായ ആ ഒരു പ്രവർത്തനം, സേവനം, ശുശ്രൂഷ, ഇത് നീ പുലർത്തേണ്ടത് ആവശ്യമാണ്. അപ്പോഴാണ് നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് സാധ്യമായി തീരുന്നത്. ഇത് ഇന്നത്തെ യുവജനങ്ങൾ പ്രത്യേകിച്ച് എല്ലാവരും അറിയേണ്ട ഒരു സത്യമാണ്. എങ്ങനെയാണ് ഈ നന്മ ചെയ്ത് മനുഷ്യനായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത്, മറ്റുള്ള മനുഷ്യരെ കരുതി ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സാധിക്കുന്നത്, സർവ്വസൃഷ്ടിക്കും ഈ ഒരു വലിയ സന്തോഷം എങ്ങനെ നൽകുവാൻ സാധിക്കും? ഇത് നമ്മെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. ഉയർപ്പിൻ്റെ സന്തോഷമെന്ന് പറയുന്നത് അവനിവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള സന്ദേശമാണ്. പലപ്പോഴും കല്ലറയിൽ തിരയുന്നതായ മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. ദൈവത്തെ എവിടെയാണ് തിരയുന്നത്? നമ്മുടെ തിരച്ചിൽ എവിടെയാണ്? നമ്മുടെ മധ്യത്തിലായിരിക്കുന്നതായ ദൈവം, നമ്മോടൊപ്പമായിരിക്കുന്നതായ ദൈവം, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായി എന്നോടൊപ്പം ഉണ്ട് എന്നുള്ളതായ വിശ്വാസം, ഇത് കാത്തു സൂക്ഷിപ്പാനായിട്ട് ഇടയാകുമ്പോൾ ഉയർത്തെഴുന്നേറ്റതായ കർത്താവിൻ്റെ ദിവ്യ സാന്നിധ്യം കൂടുതലായിട്ട് അനുഭവിപ്പാൻ
അഫർമേഷൻ ഓഫ് ഫെയ്ത്ത് ഇത് വളരെ ശ്രദ്ധേയമാണ്. അതായത് യേശുക്രിസ്തുവിനെ അവൻ്റെ കയ്യിൽ ആണിപ്പഴുതൽ ഒക്കെ തൊട്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറയുന്നതായ തോമസിനോട് യേശുക്രിസ്തു പറയുന്നത് എൻ്റെ കൈ നീട്ടുക, എൻ്റെ ആണിപ്പഴുത് കാണുക, വിലാപ്പുറത്ത് കൈയിടുക എന്ന് പറയുമ്പോൾ അവിടെ സ്തബ്ധനായി നിൽക്കുന്നതായ തോമസ് ഉച്ചരിക്കുന്നതായ വാക്കുകളുടെ ശ്രദ്ധയാണ്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. അത് മാത്രമാണ് തോമസിന് പറയുവാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ഓരോ ഉയർപ്പിൻ്റെ സന്ദേശവും നാം മനസ്സിലാക്കുന്നത് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ള ബോധത്തോടുകൂടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. ലോകത്തിൻ്റെ രക്ഷകനായ യേശു ക്രിസ്തു എല്ലായ്പ്പോഴും നമ്മോടുകൂടെ ഉണ്ട്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവം അതിശയകരമായി നമ്മെ വഴി നടത്തട്ടെ. പ്രത്യേകിച്ച് ക്രൂസിനെ ധ്യാനിക്കുന്നതായ ദൈവജനം യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ടതായ ദൈവത്തിൻ്റെ സ്നേഹം കൂടുതലായി മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുവാൻ, സഹനപാതയിലൂടെ പുതിയ ജീവൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ആ ദൈവിക പദ്ധതിയിൽ പങ്കാളികളായി സർവ്വമനുഷ്യരുടെയും വീണ്ടെടുക്കുന്നതായ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ച് എല്ലാവരും ജീവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. നിരാശയിൽ പ്രത്യാശയായി മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് നമ്മെ നയിക്കുന്നതായ ദൈവം ഓരോ ജീവിതങ്ങളെയും രൂപാന്തരപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ദൈവിക പദ്ധതിയിൽ എല്ലായ്പ്പോഴും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു. ആ കർത്താവിൻ്റെ ദിവ്യ സാന്നിധ്യം തുറന്നു അനുഭവിപ്പാൻ ഏവർക്കും ഇടയാകട്ടെ. അനുഗ്രഹകരമായിട്ടുള്ളതായ ജീവിതം നയിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ശാന്തിയും സമാധാനവും അനുഭവിച്ച് ലോകത്തിൽ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സന്ദേശം പകരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും പ്രാപ്തരാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.